മുസ്ലിമാണെന്ന് കരുതിയാണ് കൊന്നത്. അബദ്ധത്തിൽ ഒരു ബ്രാഹ്മണനെ കൊലപ്പെടുത്തിയതിൽ ഖേദിക്കുന്നു. ഹരിയാനയിലെ ഫരീദാബാദിൽ പശുഗുണ്ടകൾ കൊല ചെയ്ത കൗമാരക്കാരൻ ആര്യന്റെ അച്ഛൻ സിയാനന്ദ് മിശ്രയുടെ കാലിൽ തൊട്ടുവണങ്ങി ബജറംഗ് ദൾ നേതാവായ കുപ്രസിദ്ധ കുറ്റവാളി അനിൽ കൗശിക് നടത്തിയ മാപ്പപേക്ഷയാണിത്. ഈ മാപ്പപേക്ഷയിൽ അടങ്ങിയിരിക്കുന്ന മുസ്ലിം വിരോധം BJPയുടെയും ബജറംഗ് ദളിന്റെയും നരേന്ദ്രമോദിയുടെയും ആശയം മുസ്ലിമാണെങ്കിൽ കൊല്ലപ്പെടാം, ദേ ഡിസേർവ് ടു ബി കിൽഡ്, അവർ കൊലപാതകം അർഹിക്കുന്നു. കൊന്നത് മുസ്ലിമിനെയായിരുന്നെങ്കിൽ ശരി, എന്നാൽ വെടിയേറ്റത് ഒരു ബ്രാഹ്മണനായിപ്പോയി. അതിലാണ് അവരുടെ സങ്കടം. ഇതേ കാര്യം അയാൾ പോലീസിനോടും ആവർത്തിക്കുന്നുണ്ട്. ജാതിയുടെ വർണ്ണബോധത്തിൽ സുബദ്ധാബദ്ധങ്ങൾ നിർണയിക്കുന്ന വംശീയ ഭീകരതയുടെ വെടിയൊച്ചയാണ് ആ ഖേദപ്രകടനത്തിൽ മുഴങ്ങുന്നത്. ഹിന്ദുത്വയിലും ബ്രാഹ്മണിസത്തിലും അഭിമാനിച്ചുകൊണ്ട് ഗാന്ധിജിയുടെ മാറിലേക്ക് വെടിയുതിർത്ത ഗോഡ്സെയുടെ കുറ്റസമ്മതത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട് അനിൽ കൗശിക്കിന്റെ ക്ഷമാപണം. നരേന്ദ്രമോദി മൂന്നാമതും പ്രധാനമന്ത്രിയായ ശേഷം 30-ലധികം മുസ്ലിം ചെറുപ്പക്കാരും 7 ദലിത് ബഹുജൻ യുവാക്കളും ഒരു ക്രൈസ്തവ വനിതയും ഹിന്ദുത്വ ആൾക്കൂട്ട കൊലകൾക്ക് വിധേയരായി. മോദിയുടെ ഭാരതത്തിൽ മുസ്ലിങ്ങളും പിന്നാക്കക്കാരും വധിക്കാൻ വിധിക്കപ്പെട്ടവരും അടിച്ചു കൊല്ലപ്പെടേണ്ടവരുമാണെന്ന ബോധം ഇന്ന് ഒരു നോർമലായി മാറിയിരിക്കുകയാണ്. മഹാരാഷ്ട്രയിലെ കല്യാണിൽ അഷ്റഫ് അലി സയ്യിദ് ഹുസൈൻ എന്ന 72-കാരനെ ട്രെയിനിലെ സഹയാത്രികരായ ഒരു കൂട്ടം മോദിയുടെ അനുയായികൾ, ഹിന്ദുത്വ തീവ്രവാദികൾ, നരേന്ദ്രമോദിക്ക് സിന്ദാബാദ് വിളിക്കുന്ന ഗുണ്ടകൾ ഗോമാംസത്തിന്റെ പേരിൽ ക്രൂരമായി മർദ്ദിക്കുകയും ട്രെയിനിൽ നിന്ന് പുറത്തെറിയൂ എന്ന് ആക്രോശിക്കുകയും ചെയ്യുന്ന വീഡിയോ തെളിവുകൾ സഹിതമുണ്ടായിട്ടും എന്താണ് ആ വിഷയത്തിലുള്ള നടപടി? ഭാരതീയ ന്യായ സംഹിതയിലെ ജാമ്യം ലഭിക്കാവുന്ന വകുപ്പുകൾ പ്രകാരം കുറ്റം ചുമത്തി ആ കൊടും ഭീകരന്മാർ, കുറ്റവാളികൾ ഇന്ന് പുറത്ത് സൗര്യമായി വിഹരിക്കുന്നു. നരേന്ദ്രമോദിയുടെയും BJPയുടെയും ഒത്താശയോടെ മുസ്ലിങ്ങളെയും ദലിതരെയും പിന്നാക്ക വിഭാഗങ്ങളെയും BJPക്കാർ, നരേന്ദ്രമോദിയുടെ അനുയായികൾ തെരുവിൽ കൊല്ലുമ്പോഴും ഇന്ത്യയിലെ മഹാഭൂരിപക്ഷം ആളുകളും ഇതിനോടൊക്കെ നിസ്സംഗത പുലർത്തുകയാണ്. ഭീതിപ്പെടുത്തുന്നതാണ് പൗരസമൂഹത്തിൻ്റെ നിസ്സംഗത. ഗുണ്ടാ സംഘങ്ങളുടെ പിൻബലം BJP സർക്കാരാണ്. രാഷ്ട്രീയത്തിലും പൗരസമൂഹത്തിലും മുസ്ലിം വിദ്വേഷം സാധാരണമാകുന്നു. ഇത് ഒരു പതിവായി മാറിയിരിക്കുന്നു. രാജ്യത്തെ ആർക്കും ഇതിൽ ഞെട്ടൽ ഉണ്ടാകുന്നില്ല. കടുത്ത വംശീയവാദിയായ അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അസാമിൽ CAA നിയമത്തിന്റെ പേരിൽ 28 മുസ്ലിങ്ങളെയാണ് കുടുംബക്കാരിൽ നിന്ന് പറിച്ചെടുത്ത് തടങ്കൽ കേന്ദ്രത്തിലേക്ക് മാറ്റിയത്. CAA വരുമ്പോൾ എന്തായിരുന്നു BJPക്കാർ പറഞ്ഞത്? ഇവിടെയുള്ള ആർക്കും പൗരത്വം നഷ്ടപ്പെടുകയില്ല. 28 മുസ്ലിങ്ങളെ നാടുകടത്താൻ വേണ്ടി തടങ്കൽ പാളയത്തിലേക്ക് മാറ്റിയിരിക്കുകയാണ്. എന്നാൽ ഇതേ കാറ്റഗറിയിലുള്ള ഹിന്ദു, സിഖ്, ബുദ്ധ, പാഴ്സി, ജൈന, ക്രിസ്ത്യൻ മതവിഭാഗങ്ങളിലുള്ളവർ ട്രൈബ്യൂണലിന് മുന്നിൽ ഹാജരാകേണ്ടതില്ലെന്നും അതേ സർക്കാർ ഉത്തരവിറക്കുകയാണ്. ഭരണകൂടം സ്പോൺസർ ചെയ്യുന്ന ഈ വംശീയ വിവേചനം, വർഗീയമായ ആശയം മുഖ്യധാരാ മാധ്യമങ്ങളും പൊതുസമൂഹവും സ്വീകരിച്ചത് ഇതൊക്കെ സാധാരണ സംഭവം എന്ന അലസഭാവത്തിലാണ്. എന്താണ് കൊല ചെയ്യപ്പെട്ട ആര്യന്റെ അമ്മയുടെ പ്രതികരണം? മുസ്ലിമാണെന്ന് കരുതിയാണത്രേ എൻ്റെ മകനെ അവർ കൊന്നത്. എന്തിനാണ് മുസ്ലിങ്ങളെ കൊല്ലുന്നത്? അവർ മനുഷ്യരല്ലേ? മുസ്ലിങ്ങളും നമ്മുടെ സഹോദരങ്ങളാണ്. എൻ്റെ അയൽക്കാരെല്ലാം മുസ്ലിങ്ങളാണ്. വളരെ സ്നേഹത്തോടെയാണ് ഞങ്ങൾ കഴിയുന്നത്. അവർ ഞങ്ങളെ സഹായിക്കുന്നു. സഹോദരങ്ങളെപ്പോലെയാണ് ഞാൻ അവരെ കാണുന്നത്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് പറയാനില്ല. കുറ്റവാളികളെ വെടിവെച്ചു കൊല്ലാൻ ആർക്കും അവകാശമില്ല. എല്ലാവർക്കും ലഭിക്കേണ്ടത് നീതിയാണ്. അധികാരത്തിൻ്റെ ഹുങ്കിൽ അധർമ്മവും ആക്രമണവും നടത്തുന്ന അഹങ്കാരികൾക്ക്
ആസന്നമായ പതനമുണ്ടാവട്ടെ എന്ന് പ്രത്യാശിക്കുന്നു. മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ